ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ബ്രാജിഷ്ണുർ ഭോജനം ഭോക്ത സഹിഷ്ണുർ ജഗദാദിജഃ അനഘോ വിജയോ ജേത വിശ്വയോനി പുനർവസുഹോ. ഭഗവാന്റെ 141 നാമം ബ്രാജിഷ്ണുഹു. 142 ഭോജനം, 143 ഭോക്ത, 144 സഹിഷ്ണുഹു, 145 ജഗദാദിജഃ, 146 അനഘഃ, 147 വിജയഃ, 148 ജേത, 149 വിശ്വയോനിഹി, 150 പുനർവസുഹു. അപ്പോ 141 നാമം ബ്രാജിഷ്ണുഹു, അതായത് പ്രകാശമാകുന്ന സ്വരൂപത്തോടു കൂടിയവൻ എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം. ആ പ്രകാശമാകുന്ന ഏകമായ സ്വരൂപത്തോടു കൂടിയവൻ, അതാണ് ബ്രാജിഷ്ണുഹു എന്ന് പറയുന്നത്. 142 ഭോജനം. ഭോജനം എന്നാൽ പ്രകൃതി, അതായത് മായയാണ് ഭോജനം എന്നറിയപ്പെടുന്നത്. മായയെ, പ്രകൃതിയെ അനുഭവിക്കുന്നത് പുരുഷനാണ്. ആ പുരുഷനിൽ നിന്ന് തന്നെയാണ് മായ ഉണർന്നെഴുന്നേറ്റുണ്ടായത്. അവസാനം സംഹാരകാലത്ത് മായ ലയിച്ചു ചേരുന്നതും ആ പുരുഷനിലേക്കാണ്. അപ്പൊ മായയെ ഭോജനം ചെയ്യുന്നത് പുരുഷനാണ്. അതേ ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഭോജനം എന്ന് പറഞ്ഞാൽ ഭോജ്യ രൂപത്തിൽ ഇരിക്കുന്നത് ആരാണ്? മായ, അതായത് ആ പ്രകൃതി. ആ പ്രകൃതി ആയിരിക്കുന്നതും ഒരേ ഭഗവാൻ. പുരുഷനും പ്രകൃതിയും ഒരേ സർവേശ്വരൻ തന്നെ എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഭോജനം. ഭോജനം എന്നാൽ ഭോജ്യരൂപത്തിലുള്ളത്. ഭോജ്യരൂപത്തിൽ എന്ന് പറയുന്നത് മായ, ഈ പ്രകൃതിയാണുള്ളത്. അതിനെ അനുഭവിക്കുന്നത് പുരുഷൻ. അപ്പൊ പുരുഷനായിരിക്കുന്നതും ഭോജന രൂപത്തിൽ പ്രകൃതി ആയിരിക്കുന്നതും ഒരേ ഭഗവാൻ തന്നെ. അതാണ് ഭഗവാനെ ഭോജനം എന്ന് പറയുന്നത്. 143 നാമം ഭോക്തഃ, അതായത് പുരുഷരൂപത്തിൽ ഈ പ്രകൃതിയെ അനുഭവിക്കുന്ന ഭഗവാൻ. അതിനാൽ ഭഗവാനെ ഭോക്ത, ഭോക്താവ്, അനുഭവിക്കുന്നവൻ. ഭോജ്യം, ഭോജനം എന്ന് വെച്ചാൽ അനുഭവിക്കുന്ന വസ്തു എന്നാണ് അർത്ഥം. അപ്പൊ ഭോക്താവ്, അനുഭവിക്കുന്നവനായിരിക്കുന്ന പുരുഷൻ ആ ഭഗവാൻ. ഭോജന രൂപത്തിൽ ആ പുരുഷൻ അനുഭവിക്കുന്ന പ്രകൃതി ആയിരിക്കുന്നത് ഒരേ ഭഗവാൻ തന്നെ. അപ്പൊ ഭോജനവും ഭോക്താവും, അനുഭവിക്കുന്ന ആളും അനുഭവിക്കുന്ന വസ്തുവും ഒരേ ഭഗവാൻ തന്നെ എന്നാണ് ഈ 2 നാമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 144 സഹിഷ്ണുഹു, അതായത് ഹിരണ്യാക്ഷൻ മുതലായ അസുരന്മാരെ സഹിക്കുന്നവൻ എന്നർത്ഥം. സഹിക്കുക എന്നാൽ പരാജയപ്പെടുത്തുന്നവൻ എന്നർത്ഥം. അതാണ് ഭഗവാന് സഹിഷ്ണുഹു എന്ന നാമം. 145 ജഗദാദിജഃ, അതായത് ജഗത്തിന്റെ ആദിയിൽ സ്വയം ജനിക്കുന്നവൻ എന്നർത്ഥം. ജഗദാദിജഃ, ജഗത്തും ഉണ്ടാകുന്നതിന് മുൻപ് ആദിയിൽ സ്വയം ജനിക്കുന്നവനാണ് ഭഗവാൻ. 146 നാമം അനഘഃ, എന്നാൽ പാപമില്ലാത്തവൻ എന്ന്, പരിശുദ്ധനായിട്ടുള്ളവൻ. ആ ഭഗവാനെ ആരാണോ സ്മരിക്കുന്നത് ഭക്തിയോടെ, ആ ഒരു ഭക്തി കൊണ്ട് മാത്രം അവന്റെ പാപങ്ങളും ഇല്ലാതാകുന്നു. കാരണം ഭഗവാൻ പാപമില്ലാത്തവനാണ്. അതാണ് അനഘഃ എന്ന നാമത്തിനർത്ഥം. 147 വിജയഃ, എന്നാൽ ലോകത്തെ ജയിക്കുന്നവൻ എന്നർത്ഥം. അതായത് ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം മുതലായ ഗുണങ്ങൾ കൊണ്ട് ഈ ലോകത്തെ ജയിക്കുന്നവൻ എന്നർത്ഥം. അതാണ് ഭഗവാനെ വിജയഃ എന്ന് പറയുന്നത്. 148 ജേത എന്ന് വെച്ചാൽ എപ്പോഴും ജയിച്ചു മാത്രം ശീലമുള്ളവൻ എന്നർത്ഥം. സകല ഭൂതങ്ങളെയും ജയിക്കുന്നത് ശീലമായിട്ടുള്ളവൻ, അത്യധികം ഉത്കൃഷ്ടനായിട്ടിരിക്കുന്നവൻ എന്നൊക്കെയാണ് ജേത എന്ന നാമത്തിനർത്ഥം. 149 വിശ്വയോനിഹി, അതായത് വിശ്വത്തിന്റെ ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ളവൻ എന്നർത്ഥം. ഈ പ്രപഞ്ചം പോലും ഭഗവാനിൽ നിന്നും ഉത്ഭവിച്ചവനാണ്. അതുമാത്രമല്ല ഈ വിശ്വവും ആ ഭഗവാൻ തന്നെയാണ്. വിശ്വമായിരിക്കുന്നതും ഭഗവാൻ, ഈ വിശ്വത്തിന്റെ ഉത്ഭവ സ്ഥാനമായിരിക്കുന്നതും ആദ്യ ബീജമായിരിക്കുന്നതും ഭഗവാൻ തന്നെ. അപ്പൊ വിശ്വവും ഉൽപ്പത്തി സ്ഥാനവും ഒന്നായിരിക്കുന്ന ആ ഭഗവാൻ, അതാണ് വിശ്വയോനിഹി എന്ന് പറയുന്നത്.
150 നാമം പുനർവസുഹു. പുനഃ വസുഹു. പുനഃ എന്നാൽ വീണ്ടും വീണ്ടും. വസു എന്ന് വെച്ചാൽ ശരീരങ്ങളിൽ വസിക്കുന്നവൻ എന്നർത്ഥം. അതായത് ക്ഷേത്രജ്ഞന്റെ രൂപത്തിൽ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നവൻ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവാത്മാവായിക്കൊണ്ട് ശരീരങ്ങളിൽ വസിക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ ഒരു ശരീരം എടുത്ത ജീവാത്മാവ് പുനർജനിക്കുന്നു, വീണ്ടും അടുത്ത ശരീരം സ്വീകരിച്ചു വരുന്നു. അത് ആ കർമ്മം പൂർത്തിയാകുമ്പോൾ വീണ്ടും അടുത്ത ശരീരം സ്വീകരിക്കുന്നു. അങ്ങനെ ക്ഷേത്രജ്ഞന്റെ രൂപത്തിൽ, അതായത് ജീവാത്മാവിന്റെ രൂപത്തിൽ ശരീരങ്ങളിൽ വീണ്ടും വീണ്ടും ശരീരങ്ങൾ എടുക്കുന്നവൻ, അതാണ് പുനഃ വസുഹു എന്ന് പറയുന്നത്. ഉപേന്ദ്രോ വാമനഃ പ്രാംശോ രമോഘഃ ശുചിരൂർജിതഃ അതീന്ദ്ര സംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോ യമഃ. ഭഗവാന്റെ 151 നാമം ഉപേന്ദ്രഃ, 152 വാമനഃ, 153 പ്രാംശുഃ, 154 അമോഘഃ, 155 ശുചിഃ, 156 നാമം ഊർജിതഃ, 157 അതീന്ദ്രഃ, 158 സംഗ്രഹ, 159 സർഗഃ, 160 ധൃതാത്മാ, 161 നിയമഃ, 162 യമഃ. അപ്പൊ 151 നാമത്തിന്റെ അർത്ഥം ഉപേന്ദ്രഃ. ഉപേന്ദ്ര എന്നാൽ ഇന്ദ്രന്റെ അനുജന്റെ രൂപത്തിൽ ജനിച്ചവൻ എന്നർത്ഥം. അതായത് അതിഥിയുടെ പുത്രനായി ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ചു. അപ്പോൾ ഇന്ദ്രന്റെ അനിയനായിട്ടാണ് ജനിച്ചത്. അപ്പൊ ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ചപ്പോൾ വന്ന നാമമാണ് ഉപേന്ദ്രഃ. ഇന്ദ്രന്റെ അനുജന്റെ രൂപത്തിൽ വാമനമൂർത്തിയായി അവതരിച്ചവൻ എന്നർത്ഥം. 152 നാമം വാമനഃ. അതായത് വാമനന്റെ രൂപത്തിൽ ഏറ്റവും ഉയരം കുറഞ്ഞവനായി ജനിച്ചവൻ, അതാണ് വാമനഃ എന്ന നാമത്തിനർത്ഥം. ഏറ്റവും ഉയരം കുറഞ്ഞവനായി വാമന രൂപത്തിൽ ജനിച്ചവൻ. 153 നാമം പ്രാംശുഃ. അതായത് പ്രാംശു എന്ന് വെച്ചാല് ഏറ്റവും ഉയരമുള്ളവനായവൻ എന്നർത്ഥം. അതായത് വാമനാവതാരത്തിൽ ഭഗവാൻ 3 ലോകങ്ങളും അതിക്രമിച്ചപ്പോൾ അതിന് ഭഗവാൻ സാധിച്ചത് അത്രമാത്രം ഉയരമുള്ളവനായതുകൊണ്ടാണ്. ആ വാമനമൂർത്തി പിന്നെ ആകാശം മുട്ടെ വളരുന്നതാണ് മഹാബലി കാണുന്നത്. അങ്ങനെ 3 ലോകങ്ങളും അളന്നെടുക്കാൻ പാകത്തിൽ ഏറ്റവും ഉയരമുള്ളവനായവൻ, ആ അർത്ഥത്തിലാണ് ഭഗവാനെ പ്രാംശുഃ എന്ന് പറയുന്നത്. 154 നാമം അമോഘഃ. അതായത് വ്യർത്ഥമാവാത്ത പ്രവൃത്തിയോടുകൂടിയവൻ എന്നർത്ഥം. ഭഗവാന്റെ ഒരു പ്രവൃത്തിയും അത് നിഷ്ഫലമായി പോയില്ല. അതിനൊരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഫലമുണ്ടാവും. അത് ഒരു പക്ഷേ അപ്പോൾ അറിയാൻ സാധിച്ചില്ലെങ്കിലും ഓരോ കാര്യങ്ങളും ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും സംഭവിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിന് വിപരീതമാകുമ്പോൾ നമ്മൾ പലപ്പോഴും ദുഃഖിക്കാറുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു കാരണമുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഭഗവാന്റെ ഒരു പ്രവൃത്തിയും ഒരു ചലനവും വ്യർത്ഥമാവില്ല എന്നർത്ഥം. അങ്ങനെ വ്യർത്ഥമാവാത്ത പ്രവൃത്തിയോട് കൂടിയവൻ, അതാണ് അമോഘഃ എന്ന നാമത്തിനർത്ഥം. 155 ശുചിഹി. അതായത് പരിശുദ്ധമാക്കി തീർക്കുന്നവൻ. ആരെയൊക്കെ? ഭഗവാനെ സ്മരിക്കുന്നവരെയും സ്തുതിക്കുന്നവരെയും പൂജിക്കുന്നവരെയും ഭഗവാനിൽ സമർപ്പിച്ചവരെയും ഒക്കെ പരിശുദ്ധമാക്കി തീർക്കുന്നവൻ. ഭഗവാൻ തന്നെ പൂർണ്ണമായ പാപമില്ലാത്ത പൂർണ്ണ പരിശുദ്ധനാണ്. അപ്പൊ ഭഗവാനെ ആരാണോ സ്മരിക്കുന്നത്, സദാ ഭഗവാനിൽ ആരാണോ സമർപ്പിക്കുന്നത്, സ്തുതിക്കുന്നത്, അവരെ പരിശുദ്ധമാക്കി തീർക്കുന്നവനാണ് ഭഗവാൻ. അതാണ് ശുചിഹി എന്ന നാമത്തിനർത്ഥം. 156 നാമം ഊർജിതഃ. അതായത് അത്യധികം ബലശാലിയായിട്ടുള്ളവൻ എന്നർത്ഥം. 157 നാമം അതീന്ദ്രഃ എന്ന് വെച്ചാൽ ഇന്ദ്രനെ അതിക്രമിച്ചു നിൽക്കുന്നവൻ, ഇന്ദ്രനേക്കാൾ ശ്രേഷ്ഠനായവൻ എന്നർത്ഥം. അതായത് ഇന്ദ്രന്റെ ലോകം സ്വർലോകമാണ്, അല്ലെ, സ്വർഗം. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ എത്തിച്ചേരാനാണ്. ഏതൊരു സാധാരണക്കാരനും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നാണ്. നരകത്തിൽ പോവാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ ഇന്ദ്രന്റെ ലോകമായ സ്വർഗത്തെ ആഗ്രഹിക്കുന്ന മനുഷ്യനോട് ഭഗവാൻ പറയാണ്, ഞാൻ ഇന്ദ്രനേക്കാൾ ശ്രേഷ്ഠനാണ്. അപ്പോൾ എൻ്റെ പരമപദത്തെയാണ് നിങ്ങൾ പ്രാപിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. അതാണ് ഇന്ദ്രനേക്കാൾ ശ്രേഷ്ഠനായവനാണ് ഭഗവാൻ എന്ന് പറയുന്നത്.
സ്വർഗമല്ല, ഭഗവാന്റെ പദത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കൂ. കാരണം ഭഗവാൻ ഇന്ദ്രനേക്കാൾ ശ്രേഷ്ഠനാണ്. ജ്ഞാനം, ഐശ്വര്യം എന്നിവ കൊണ്ട് ഇന്ദ്രനേക്കാൾ അതിക്രമിച്ചു നിൽക്കുന്നവനാണ് ഭഗവാൻ. അതാണ് അതീന്ദ്രഹ എന്ന് പറയുന്നത്. 158 നാമം സംഗ്രഹ. അതായത് ഈ പ്രളയകാലത്തിൽ എല്ലാത്തിനെയും തന്നിലേക്ക് ലയിപ്പിച്ചു ചേർക്കുന്നവൻ, സംഗ്രഹമായിരിക്കുന്നവൻ. അതാണ് സംഗ്രഹ എന്ന നാമത്തിനർത്ഥം. 159 നാമം സർഗഹ. അതായത് സൃഷ്ടിയുടെ കാരണമായവൻ എന്നർത്ഥം. സൃഷ്ടിക്ക് കാരണഭൂതനായവനാണ് ഭഗവാൻ. അതാണ് സർഗഹ എന്ന് പറയുന്നത്. 160 നാമം ധൃതാത്മാ. ധൃതാത്മാ എന്നാൽ ഏകരൂപത്തിൽ സ്വന്തം, അതായത് ആ ഏകമായ രൂപത്തിൽ സ്വന്തം രൂപത്തെ ധരിച്ചിരിക്കുന്നവൻ, സ്ഥിതി ചെയ്യുന്നവൻ എന്നർത്ഥം. അതായത് മാറ്റമില്ല, ഒരു മാറ്റവുമില്ലാതെ എല്ലാ കാലത്തും ഒരേ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. അതാണ് ധൃതാത്മാ എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ആ ഏകരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നർത്ഥം എന്ന് പറയുമ്പോൾ അത് ജീവാത്മാവ്, പരമാത്മാവായി ഇരിക്കുന്നവൻ എന്നർത്ഥം. അങ്ങനെ ഇരിക്കുന്ന ആത്മാവിന് മാത്രമാണ് മാറ്റമില്ലാത്തത്. ബാക്കിയെല്ലാം മാറ്റത്തിന് വിധേയമാണ്. ഇനി 161 നാമം നിയമഹ. അതായത് അവരവരുടെ അധികാരങ്ങളിൽ എല്ലാ പ്രജകളെയും നിയമിക്കുന്നവൻ ഭഗവാനാണെന്ന്. അതായത് ജനിക്കുന്ന ഓരോ ചരാചരങ്ങളും, സൃഷ്ടിക്കപ്പെടുന്ന സർവ്വചരാചരങ്ങളും എവിടെ ജനിക്കണം, എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം, എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണം, എങ്ങനെ ഇല്ലാതാവണം, ഇവയൊക്കെ നിശ്ചയിക്കുന്നത് ഭഗവാനാണ്. അതാണ് ഓരോരുത്തരുടെയും അധികാരങ്ങളെ അവർക്ക് നിയമിക്കുന്നവൻ, നിയമിച്ചു കൊടുക്കുന്ന ഭഗവാനാണ്. ഇനി 162 നാമം യമഹ. യമഹ എന്നാൽ ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ചു പിടിച്ചവൻ എന്നർത്ഥം. അതാണ് യമഹ എന്ന നാമത്തിന് അർത്ഥം. ഇനി വേദ്യോ വൈദ്യ സദായോഗി വീരഹ മാധവോ മധുഃ അധീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബലഃ. 163 നാമം വേദ്യഃ. 164 വൈദ്യഃ. 165 സദായോഗി. 166 വീരഃ. 167 മാധവഃ. 168 മധുഃ. 169 അതീന്ദ്രിയഃ. 170 മഹാമായഃ. 171 മഹോത്സാഹഃ. 172 മഹാബലഃ. അപ്പൊ 163 നാമം വേദ്യഃ എന്ന് വെച്ചാൽ മോക്ഷേച്ഛുക്കളാൽ, അതായത് മോക്ഷം നേടിയവരാൽ അറിയപ്പെടാൻ യോഗ്യനായിട്ടുള്ളവൻ, അറിയപ്പെടാൻ അർഹതയുള്ളവൻ, യോഗ്യനായിട്ടുള്ളവൻ. ആരാലാണ് ഭഗവാനെ അറിയാൻ സാധിക്കുന്നത്? മോക്ഷം നേടിയ ഗുരുക്കന്മാരാൽ അറിയപ്പെടാൻ യോഗ്യനായിട്ടുള്ളവനാണ് ഭഗവാൻ. ആയതിനാൽ ഭഗവാനെ വേദ്യഃ എന്ന് പറയുന്നു. 164 നാമം വൈദ്യഃ എന്ന് വെച്ചാൽ സകല വിദ്യകളെയും അറിയുന്നവനാണ് ഭഗവാൻ. അതാണ് ഭഗവാനെ വൈദ്യഃ എന്ന് പറയുന്നത്. 165 നാമം സദായോഗി എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും പ്രത്യക്ഷ സ്വരൂപനായിരിക്കുന്നവൻ. ആരുടെ മുന്നിലാണ് ഭഗവാൻ പ്രത്യക്ഷനാകുന്നത്? മറ്റെല്ലാ ഭൗതിക വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ വിടിയിപ്പിച്ച് ഭഗവാനെ കാണണമെന്ന് അത്യധികമായി ആഗ്രഹിക്കുന്നത് ആരോ അവന്റെ മുന്നിൽ പ്രത്യക്ഷനാകുന്നവൻ എല്ലായ്പ്പോഴും. അതാണ് ഭഗവാനെ സദായോഗി എന്ന് വിളിക്കുന്നത്. 166 നാമം വീരഹ എന്ന് വെച്ചാൽ വീരന്മാരായ ശത്രുക്കളെ ഹനിക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ ധർമ്മത്തെ സംരക്ഷിക്കാൻ അധർമ്മികളായിട്ടുള്ള വീരന്മാരായ ആ ശത്രുക്കളെ എല്ലാം നശിപ്പിച്ചവൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ വീരഹ എന്ന് പറയുന്നു. 167 മാധവഹ. അതായത് മാ എന്നാൽ വിദ്യ, അപ്പൊ മാധവഹ എന്നാൽ അധിപതി, വിദ്യയുടെ അധിപതിയായിരിക്കുന്നവൻ, ഈശ്വരനായിരിക്കുന്നവൻ. ആയതിനാൽ ഭഗവാനെ മാധവഹ എന്ന് പറയുന്നു. 168 നാമം മധുഃ. മധു എന്നാൽ തേൻ. തേൻ പോലെ എല്ലാവരുടെ ഉള്ളിലും പ്രീതി ജനിപ്പിക്കുന്നവൻ, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളവൻ. അതാണ് മധുഃ എന്ന് പറയുന്നത്.
169 അതീന്ദ്രിയ, അതായത് ഇന്ദ്രിയങ്ങളെ കൊണ്ട്, അതീന്ദ്രിയ എന്നാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ സാധിക്കാത്തവൻ എന്നർത്ഥം. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായവയിൽ ഒന്നും തന്നെ, അതായത് രൂപം, ശബ്ദം, സ്പർശം, ഗന്ധം, രുചി എന്നിങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ അതുകൊണ്ടൊന്നും നമുക്ക് അറിയാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കാത്തവൻ എന്ന് ഭഗവാനെ അറിയപ്പെടുന്നു. 170 മഹാമായ, എന്നാൽ മായാവികൾക്കും മായയെ ചെയ്യുന്നവൻ എന്നർത്ഥം. അതായത് അസുരന്മാരെല്ലാവരും വലിയ മായാവികളാണ്. മായാ വിദ്യ കാണിച്ചിട്ടാണ് അവര് ദേവന്മാരെയും മഹർഷിമാരെയും ഒക്കെ ദ്രോഹിക്കുന്നത്. അങ്ങനെയുള്ള മായാവികളായ അസുരന്മാരെ പോലും മായയിൽ പെടുത്തിക്കളയുന്നവനാണ് ഭഗവാൻ. അതാണ് ഭഗവാനെ മഹാമായ എന്ന് പറയുന്നത്. 171 നാമം മഹോത്സാഹ, അതായത് ലോകത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാര കർമ്മങ്ങളിൽ ഉത്സാഹമുള്ളവൻ. ആ കർമ്മം സദാ ചെയ്യാൻ ഇങ്ങനെ അത്യധികം ഉത്സാഹത്തോടു കൂടിയിരിക്കുന്നവൻ, അതാണ് മഹോത്സാഹ എന്ന് പറയുന്നത്. 172 നാമം മഹാബലഹ, എല്ലാ ബലവാന്മാരിലും വെച്ച് ഏറ്റവും ബലവാനായിട്ടുള്ളവൻ, അതാണ് മഹാബലഹ എന്ന നാമത്തിന് അർത്ഥം. മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തിർ മഹാദ്യുതിഹി അനിർദ്ദേശ്യ വഭു ശ്രീമാൻ അമേയാത്മാ മഹാദ്രിദൃക്. 173 നാമം മഹാബുദ്ധിഹി, ഭഗവാന്റെ 174 നാമം മഹാവീര്യ, 175 മഹാശക്തിഹി, 176 മഹാദ്യുതിഹി, 177 അനിർദ്ദേശ്യ വപുഹു, 178 ശ്രീമാൻ, 179 അമേയാത്മാ, 180 മഹാദ്രിദൃക്. മഹാഅദ്രിദൃക് എന്നാണ് അത് വായിക്കുക. അപ്പോ ഭഗവാന്റെ 173 നാമം മഹാബുദ്ധിഹി, ബുദ്ധിമാന്മാരിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാൻ, അതാണ് ഭഗവാനെ മഹാബുദ്ധിഹി എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും അധികം ബുദ്ധിയുള്ളവൻ എന്നർത്ഥം. 174 മഹാവീര്യ, അതായത് ഈ ലോകത്തിന്റെ ഉത്പത്തിക്ക് കാരണമായ മഹാവീര്യത്തോടു കൂടിയവൻ, അതാണ് ഭഗവാനെ മഹാവീര്യ എന്ന് പറയുന്നത്. ഈ സംസാരത്തിന്റെ ഉത്പത്തിക്ക് കാരണമായ ആ കാരണരൂപമായ മഹാവീര്യത്തോടു കൂടിയവൻ. 175 നാമം മഹാശക്തിഹി, മഹത്തായ ശക്തിയോടു കൂടിയവൻ. 176 നാമം മഹാദ്യുതിഹി, മഹത്തായ പ്രകാശമായിരിക്കുന്നവൻ, ജ്യോതിസായിരിക്കുന്നവൻ, അതാണ് ഭഗവാനെ മഹാദ്യുതിഹി എന്ന് പറയുന്നത്. 177 നാമം അനിർദ്ദേശ്യ വപുഹു, അതായത് നിർദ്ദേശിക്കപ്പെടാൻ, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ശരീരത്തോടു കൂടിയവൻ എന്നർത്ഥം. ഭഗവാനെ പ്രത്യക്ഷത്തിൽ കണ്ടവർക്കാർക്കും അത് മറ്റൊരാൾക്ക് ഭഗവാന്റെ രൂപം ഇന്നിങ്ങനെയുള്ള ഒരു ശരീരത്തോടു കൂടിയവനാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധ്യമല്ല. അതാണ് അനിർദ്ദേശ്യ, ആ നിർദ്ദേശിക്കപ്പെടാൻ കഴിയാത്ത വപുഹു, ശരീരത്തോടു കൂടിയവനാണ് എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും മനസ്സിൽ ഭഗവാനെ അവരെ എങ്ങനെ കാണാനാണോ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലാണ് ഭഗവാൻ അവർക്ക് ദർശനം നൽകുന്നത്. അപ്പൊ ഇതാണ് ഭഗവാന്റെ രൂപം എന്ന് ആർക്കും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധ്യമല്ല. 178 നാമം ശ്രീമാൻ, അതായത് ഐശ്വര്യരൂപമായ സകല ശ്രീയോടും കൂടിയിട്ടുള്ളവൻ എന്നർത്ഥം. 179 അമേയാത്മാ, ആരാലും, അതായത് ആരാലും അളക്കാൻ കഴിയാത്ത ബുദ്ധിയോടുകൂടിയവൻ എന്ന്. അത്രമാത്രം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഭഗവാന്റെ ബുദ്ധി അത്രമാത്രം അളക്കാൻ കഴിയാത്ത അത്രമാത്രം ബുദ്ധിശക്തിയുള്ളവൻ എന്നാണ് അർത്ഥം. അമേയാത്മാ. 180 നാമം മഹാ അദ്രിദൃക് എന്ന്, അതായത് മഹാ അദ്രി, മഹാപർവ്വതങ്ങളുണ്ട്, മന്ദരപർവ്വതം, ഗോവർദ്ധന പർവ്വതം, എന്നീ മഹാപർവ്വതങ്ങളെ ഉയർത്തിപ്പിടിച്ചവൻ, താങ്ങി നിർത്തിയവൻ എന്നാണ് അർത്ഥം. ധൃക് എന്നാൽ ധരിച്ചവൻ, ധരിച്ചവൻ എന്നാൽ താങ്ങി നിർത്തിയവൻ എന്നർത്ഥം.
നമുക്കറിയാം ഭഗവാൻ കൂർമ്മ അവതാരമായിട്ട് വന്ന് പാലാഴി മദന സമയത്ത് താഴ്ന്നുപോയ മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തിയിട്ടുണ്ട്. അതുപോലെ കൃഷ്ണാവതാരത്തിൽ മഴ പെയ്ത് ഇന്ദ്രന്റെ കോപത്തിൽ മഴ പെയ്തുകൊണ്ട് ജനങ്ങളെ കന്നുകാലികളൊക്കെ ബുദ്ധിമുട്ടിയപ്പോൾ ഗോവർദ്ധന പർവ്വതത്തെ ഒരു കുട പോലെ ചെറുവിരൽ കൊണ്ട് ഉയർത്തിപ്പിടിച്ച് എല്ലാവരെയും സംരക്ഷിച്ചവനാണ് ഭഗവാൻ. അങ്ങനെ മന്ദരപർവ്വതം, ഗോവർദ്ധന പർവ്വതം എന്നീ മഹത്തായ പർവ്വതങ്ങളെ ഉയർത്തിപ്പിടിച്ചവൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ മഹാ അദ്രിദൃക് എന്ന് പറയുന്നു. മഹേശ്വാസോ മഹീഭർത്ത ശ്രീനിവാസ സദാം ഗതിഹി അനിരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാം പതിഹി. 181 നാമം മഹേശ്വാസഃ. 182 മഹീഭർത്ത. 183 ശ്രീനിവാസഃ. 184 സദാം ഗതിഹി. 185 അനിരുദ്ധഃ. 186 സുരാനന്ദഃ. 187 ഗോവിന്ദഃ. 188 ഗോവിദാം പതിഹി. അപ്പൊ 181 നാമം മഹേശ്വാസഃ എന്നാൽ മഹത്തായ വില്ലോട് കൂടിയവൻ എന്നർത്ഥം. ഭഗവാനാണ് ഏറ്റവും ശ്രേഷ്ഠമായ വില്ല് ധരിച്ചിരിക്കുന്നവൻ, വില്ലോട് കൂടിയവൻ. 182 നാമം മഹീഭർത്ത, അതായത് ഭൂമിദേവിയെ സംരക്ഷിച്ചവൻ എന്ന അർത്ഥത്തിൽ. ആ വരാഹമൂർത്തിയായിരിക്കുമ്പോൾ ഹിരണ്യാക്ഷനാൽ രസാതലത്തിലേക്ക് താഴ്ത്തപ്പെട്ട ഭൂമിയെ സംരക്ഷിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ചത് ഭഗവാനാണ്. അങ്ങനെ ഭൂമിയെ സംരക്ഷിച്ചവൻ എന്ന അർത്ഥത്തിൽ മഹീഭർത്ത. 183 ശ്രീനിവാസഃ, ഒരിക്കലും നാശമില്ലാത്ത ആ ലക്ഷ്മി ദേവി നിവസിക്കുന്ന വക്ഷസോടു കൂടിയവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ ശ്രീനിവാസ, ലക്ഷ്മി ദേവി, ശ്രീ എന്ന ലക്ഷ്മി ദേവി, ആ ലക്ഷ്മി ദേവി വസിക്കുന്നത് ഭഗവാന്റെ വക്ഷസിലാണ്. അങ്ങനെ ആ ലക്ഷ്മി ദേവി നിവസിക്കുന്ന വക്ഷസോടു കൂടിയവൻ. 184 നാമം സദാം ഗതിഹി, സദാം സജ്ജനങ്ങൾക്ക് ഭക്തന്മാർക്ക് പുരുഷാർത്ഥത്തെ സാധിപ്പിച്ചു കൊടുക്കുന്നവനാണ്. അതാണ് ഭഗവാനെ സദാം ഗതിഹി എന്ന് പറയുന്നത്. 185 അനിരുദ്ധഃ എന്ന് വെച്ചാൽ ആരാലും തടയപ്പെട്ടിട്ടില്ലാത്തവൻ എന്നർത്ഥം. അതായത് ഭഗവാൻ നിരവധി അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. ആ അവതാരങ്ങളിലൊന്നും തന്നെ ഭഗവാനെ ആർക്കും തടുക്കാനോ തോൽപ്പിക്കാനോ സാധിച്ചിട്ടില്ല. അങ്ങനെ ആരാലും തടയപ്പെട്ടിട്ടില്ലാത്തവൻ, അതാണ് ആ നിരുദ്ധഃ എന്ന് പറയുന്നത്. 186 സുരാനന്ദഃ, സുരന്മാരെ, ദേവന്മാരെ ആനന്ദിപ്പിക്കുന്നവൻ, അതാണ് സുരാനന്ദഃ എന്ന നാമത്തിനർത്ഥം. 187 ഗോവിന്ദഃ, അതായത് ഗോക്കളെ സംരക്ഷിച്ചവൻ, അതാണ് ഭഗവാനെ ഗോവിന്ദഃ എന്ന് പറയുന്നത്. കൃഷ്ണാവതാരത്തിൽ തന്നെ ഇന്ദ്രന്റെ മായാപ്രകടനത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ഗോക്കളെ ഭഗവാൻ സംരക്ഷിച്ചിരുന്നു. ആയതിനാൽ ഭഗവാനെ ഗോക്കളെ സംരക്ഷിച്ചവൻ എന്ന അർത്ഥത്തിൽ ഗോവിന്ദഃ എന്ന് പറയുന്നു. 188 നാമം ഗോവിദാം പതിഹി എന്ന്, അതായത് ഗൗ എന്നാൽ വാക്കുകളെ, വിദാം അറിയുന്നവർ, വാക്കുകളെ അറിയുക എന്ന് വെച്ചാൽ വേദത്തെ അറിഞ്ഞവർ, അതാണ് ആ യോഗീശ്വരന്മാർ, പണ്ഡിതന്മാർ, വേദത്തെ അറിഞ്ഞ വേദജ്ഞന്മാർ, അവരുടെ പതി, വിശിഷ്ടനായ പതി. അപ്പൊ അവരുടെക്കാളും ഏറ്റവും വലിയ വേദജ്ഞനായിട്ടുള്ളത് ഭഗവാനാണ്. അപ്പോൾ സകല വേദജ്ഞന്മാരുടെയും പതിയായിരിക്കുന്നവൻ, വിശിഷ്ടനായ പതിയായിരിക്കുന്നവൻ, അതാണ് ഭഗവാനെ ഗോവിദാം പതിഹി എന്ന് പറയുന്നത്.